You are watching Indian Voice Community Television Network. ഇന്ത്യയിലെ എല്ലാ ദുർബല വിഭാഗങ്ങൾക്കും വേണ്ടി ഇന്ത്യൻ വോയ്സ് കമ്മ്യൂണിറ്റി ടെലിവിഷൻ നെറ്റ്വർക്ക്. ഇന്ത്യൻ വോയ്സ് കമ്മ്യൂണിറ്റി ടെലിവിഷൻ നെറ്റ്വർക്ക് for all weaker sections in India. Welcome to Indian Voice Community Television Network. I request Mr. Saju Joshua for welcome address. ഇന്ത്യൻ വോയിസ് ടെലിവിഷൻ നെറ്റ്വർക്കിന്റെ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ ഞാൻ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കു, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാ. ഇന്ത്യൻ വോയിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രത്യേക പ്രോഗ്രാം. എല്ലാ മനുഷ്യർക്കുമുണ്ട് രണ്ട് കഥകൾ. ഒന്ന്, അയാൾ ജീവിക്കുന്ന കഥ. Leadership is not merely about guiding people. It is about inspiring them to see possibilities beyond limitations. ചരിത്ര മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടേതായിട്ടുള്ള കല, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക ഇതര കാഴ്ചപ്പാടുകൾ. It was really a big budget plan, but we have done it with a single money, single coins. That means ആ മീഡിയ ഏകദേശം 80% കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഇന്ത്യൻ വോയിസിന്റെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വാർത്തകൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ ഇതൊന്നും തന്നെ പ്രകാശനം ചെയ്യപ്പെടുന്നില്ല. പ്രോഗ്രാമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ പ്രോഗ്രാം ഇവന്റ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. I request KK Suresh sir to speak a few words. പലപ്പോഴും നമ്മുടെ ആളുകൾക്കിടയിൽ വിവിധ സംഘടനകളുടെ നേതാക്കന്മാരായിരിക്കുന്നു. സഭകളിൽ വ്യത്യാസമുള്ള ആളുകൾ, സംഘടനകളിൽ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകൾ, പരസ്പരം അകലം പാലിക്കുന്ന ആളുകൾ. അവർക്കൊക്കെ ഈ ചാനലിലൂടെ തിരിച്ചു വരുവാൻ, ഒന്നാകുവാൻ കഴിയുന്ന ഒരു സുവർണ അവസരം കൂടിയായി ഇത് മാറും. പലപ്പോഴും നമ്മുടെ ഇടയിലെ പ്രമുഖരായ ഒട്ടനവധി ആളുകൾക്ക് ചാനൽ ചർച്ചകളിൽ പോലും അവസരം ലഭിക്കുന്നില്ല. ഞങ്ങളൊക്കെ അപൂർവമായാണ് ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നത്. അതും വളരെ കുറച്ച് സമയമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അടിസ്ഥാന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന, അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യൻ വോയിസ് ചാനൽ മുന്നോട്ട് വന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തിൻ്റെ രാഷ്ട്രീയ അധികാരം എന്നുള്ള ഒരു വിഷയമാണ്. അധികാരത്തിന് പുറത്തു വെക്കുന്നൊരു സമൂഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ കേരളത്തിലെമ്പാടും നടക്കുന്നു. ഓരോ സംഘടനകളും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഡോക്ടർ അംബേദ്കർ വിഭാവനം ചെയ്ത അടിസ്ഥാന വർഗത്തിൻ്റെ അധികാരമെന്നുള്ള ആശയം അകലങ്ങളിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അംബേദ്കർ പറഞ്ഞു, അധികാരമില്ലാത്ത ഒരു ജനവിഭാഗത്തിന് അവകാശങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും പറഞ്ഞു, നിങ്ങൾ അധികാരവർഗമായി മാറണമെന്നാണ്. അധികാരവർഗമായി മാറുന്നതിന് ഈ ചാനൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അടിസ്ഥാന വർഗങ്ങളുടെ മുന്നേറ്റത്തിന് ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ അനിവാര്യമായൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജോൺ ജോസഫ് സാർ പറഞ്ഞതുപോലെ നാളുകളിൽ രൂപപ്പെടാൻ പോകുന്ന പ്രസക്തമായി നിൽക്കുന്ന ഒരു സമൂഹം, അടിസ്ഥാന വർഗങ്ങൾ
അവരുടെ ഒരു ഐക്യനിര കാലഘട്ടത്തെ രൂപപ്പെട്ടു വന്നൊരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി കേരളത്തിൽ വന്നാൽ അതിന് ഏറ്റവും അധികം ഗുണകരമായി ഈ ചാനൽ മാറും, അതിൻ്റെ പ്രവർത്തനങ്ങൾ കരുത്തായും തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ അതിന് ഞാൻ പ്രദാനം ചെയ്യുന്ന CSTSൻ്റെ എല്ലാവിധ പിന്തുണയും ഞാനിവിടെ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നൽകും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിത് കൂട്ടായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊരു സമൂഹത്തിൻ്റെ കേരളത്തിലെ 14 ജില്ലകളിലും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, ഇന്നും ഭൂമിയില്ലാത്ത ആളുകൾ, വീടില്ലാത്ത ആളുകൾ, വിദ്യാഭ്യാസം ചെയ്യുവാൻ മാർഗമില്ലാത്ത ആളുകൾ, ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ, അവരുടെ വിഷയങ്ങളെ ആരോട് പറയുമെന്നോർത്ത് വിഷമിക്കുന്ന ആളുകൾ, അങ്ങനെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന അടിസ്ഥാന വർഗത്തിന് താങ്ങുന്നണലുമായി മാറുവാൻ കഴിയുന്ന ഒരു ശബ്ദമായി ഇന്ത്യൻ വോയിസ് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ഇത് നാളുകളിൽ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും, പ്രത്യേകിച്ച് അടിസ്ഥാന വർഗങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നായി മാറും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ജഗദീശ്വരൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. വൈദിക ശ്രേഷ്ഠന്മാരുടെ ബിഷപ്പുമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടക്കുന്നൊരു ചടങ്ങാണ്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൂടി ഇതിനുണ്ട് എന്ന് ഞാൻ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ തുടക്കം മോശമായിട്ടില്ല, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങൾക്ക് എല്ലാവിധ കരുത്തും ആത്മവിശ്വാസവും ഉണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇന്ത്യൻ വോയിസ് കമ്മ്യൂണിറ്റി ടെലിവിഷൻ ഈ പ്രോഗ്രാം അതിൻ്റെ തുടക്കം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്, നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എന്നെ വിളിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ഇവിടെ പ്രാരംഭമായി കേട്ടതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇവിടുത്തെ സവർണ സമൂഹത്തിൻ്റെ ചാനൽ കണ്ടുകൊണ്ട് നമ്മളിരിക്കുകയാണെന്ന് അവിടെ നമ്മുടെ സ്വന്തം സമൂഹത്തിൻ്റെ ഒരു ചാനൽ പ്രിയപ്പെട്ട ദൈവദാസൻ കൂടിയായിരിക്കുന്ന പാസ്റ്റർ ജോൺ ജോസഫ് ഇത് ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ സംരംഭത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൻ്റെ ഒരു ചാനൽ ഇവിടെ ആരംഭിക്കുവാൻ സർവകൃപാലുവായ ദൈവം സാഹചര്യങ്ങളെ തൻ്റെ ദാസനും പ്രിയപ്പെട്ട മക്കൾക്കും കൊടുത്ത് ഓർത്ത് നന്ദിയോടെ വാഴ്ത്തുന്നു. നമ്മുടെ സമൂഹത്തിന് ഈ ചാനൽ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ കർത്താവെ, ശബ്ദമില്ലാത്തവരെ ശബ്ദമായി ഈ ചാനൽ നിലനിൽപ്പാൻ നീ എവിടെ നിന്നൊരുക്കണം. ഇതിൻ്റെ പ്രവർത്തകരെ എല്ലാം നീ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഈ ചാനൽ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കാൻ ഒരുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. യേശു മശിഹ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. Now I invite Arun Raj sir for Android app presentation. Yeah. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. തീണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പതിതമായ പള്ളിക്കൂടവും. തീണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പതിതമായ പള്ളിക്കൂടവും. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ഡ്രീം മൂഡാണ് ഈ ഒരു ചാനൽ. കാരണം ഞാൻ പല വേദികളിലും ഞാൻ പല മാധ്യമങ്ങളുടെയും പറഞ്ഞാണ് നമ്മുടെ ശബ്ദം കേൾക്കണം. ഇവിടെ നമ്മുടെ സഹോദരൻ നിതിൻ മരിച്ചു. അന്ന് സാറടക്കം പല നേതാക്കളും പല ആൾക്കാരും അതിനുവേണ്ടി പോരാടുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിപ്പോൾ മാഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ 2 ദിവസം മുമ്പേ ജയൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ മരിച്ചു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു കാണുമെന്ന് അറിയത്തില്ല. കേരള ഫുട്ബോൾ ടീമിൻ്റെ ഒരു അംഗമായിരുന്നു. സന്തോഷ് ട്രോഫി അടക്കം നിരവധി മേഖലയെ കഴിവ് തെളിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. എൻ്റെ ചെയർമാനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്.
കൂടുതലും നമ്മുടെ കുട്ടികളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. കാരണം വളർന്നു വരുന്ന കുട്ടികൾ കായികപരമായിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ചിട്ട് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്ന് മാത്രമല്ല, നേരത്തെ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞല്ലോ, നമുക്കൊക്കെ അന്യമായ ഒരു മേഖലയാണ് ഈ വാർത്താ ചാനലുകളെന്നോ അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്ന സെക്ടർ തന്നെ. ആ സെക്ടറിലേക്ക് ഇടിച്ചു കയറുവാൻ പാസ്റ്റർ കാണിച്ച ആവേശം അത് പ്രോത്സാഹനജനകമാണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനമാണ്. ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മുടെയൊക്കെ സഹകരണവും നമ്മുടെയൊക്കെ കൂട്ടായ്മയും സപ്പോർട്ടും വളരെ ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ പത്രസ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യമാണ്. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2026 180 രാജ്യങ്ങളിൽ 157 സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ആ രീതിയിൽ പത്രസ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത, സത്യം പറയുന്ന മാധ്യമപ്രവർത്തകർ ജയിലിലടയ്ക്കുന്ന, നമുക്കറിയാം ഈ അടുത്തിടെ തന്നെ ഒരു മാധ്യമപ്രവർത്തകർ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന് UAP ഒക്കെ ചുമത്തി. ഒരു പക്ഷേ ഞാനിനി ചിന്തിക്കുകയാണ്, കല്ലറ സുകുമാരൻ സാറ്, പോൾ ചിറക്കോൾ സാർ, അവരുടെയൊക്കെ സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പ്രവർത്തനം എന്തുമാത്രം ജനങ്ങളുടെ ഇടയിൽ എത്തുമായിരുന്നു എന്ന് ചിന്തിക്കുക. ഇത്രയും വലിയൊരു മൂവ്മെൻ്റ് ആയിട്ട് പോലും CSDSനെ അറിയത്തില്ലാത്ത ആരുമില്ല. കേരളത്തിലെ ഏറ്റവും വലിയൊരു മൂവ്മെൻ്റ് ആണ്. അത്രയും വലിയൊരു മൂവ്മെൻറ്റിന് പോലും വെല്ലുവിളി നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തനങ്ങളിൽ നടക്കുന്നത്. ഞാൻ ഭീമാർമയെ സംബന്ധിച്ച് ഞങ്ങൾ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരിക്കുമ്പോൾ മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ഞങ്ങൾ പത്തനംതിട്ട ഓപ്പൺ സ്റ്റേജിൽ നടത്തി, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലൂടെ. ഞാനും വർഷങ്ങളായി മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്, പ്രിന്റ് മീഡിയ ആണെന്ന് മാത്രം. പക്ഷേ പ്രിന്റ് മീഡിയയിൽ നിൽക്കുമ്പോൾ പോലും കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്ത് ഇപ്പോൾ ഞാൻ മാധ്യമത്തിൽ നിൽക്കുക. അതിൽ ഈ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ഒരു ശബ്ദമായി മാറുവാൻ ഇന്ത്യൻ വോയിസ് നടത്തുന്ന അല്ലെങ്കിൽ ആ ചാനലിൻ്റെ പ്രവർത്തനം വലിയവനായി ഈശ്വരൻ വലിയ അനുഗ്രഹത്തോடு തന്നെ മുൻപോട്ട് പോകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ എത്രമാത്രം കഴിവെടുപ്പോടെ ഒരു പെൺകുട്ടി, നമ്മുടെ മകൾ ഇവിടെ ഒരു ഗാനം ആലപിക്കുക. എത്രയോ ക്ലാസിക്കായിട്ടാണ് ആ ഗാനങ്ങൾക്ക്. ഇതൊക്കെ പൊതുസമൂഹത്തെ അറിയിക്കുവാൻ നമ്മുടേതായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ പൊതുസമൂഹത്തിൽ നമ്മൾ ഉയർത്തപ്പെടേണ്ട ഒട്ടനവധി രംഗങ്ങളിലേക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ പോലും കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യം മറ്റ് സവർണ മേധാവിത്വം പുലർത്തുന്ന മീഡിയാസ്, ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൂചിപ്പിച്ചു, നമുക്കതിനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഇടയിലുള്ള നല്ല കഴിവുകൾ. ഒരു കുട്ടി ഇവിടെ മുമ്പ് ഒരു പാട്ട് പാടുകയുണ്ട്, എത്ര മനോഹരമായി പാടുന്നു. ഞാനൊരു സൗണ്ട് ടെക്നീഷ്യനായതുകൊണ്ട് എനിക്കറിയാം എത്ര മനോഹരമായിട്ടാണ് പാടിയത്. പ്രൊഫഷണൽ സിംഗേഴ്സിനേക്കാൾ സെറ്റായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇതേപോലെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉൾപ്പെടെ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ സമൂഹത്തെ അറിയിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇത്തരം ചാനലുകളിൽ നമുക്കറിയാം, ഈ റിയാലിറ്റി ഷോയിൽ പോലും നമ്മുടെ ആളുകളെ പങ്കെടുക്കുന്നവരെ ഒരു പരിധിക്കപ്പുറം അങ്ങോട്ട് മുന്നോട്ട് വിടില്ല. കാരണം നമുക്കറിയാം ഈ പത്രങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ വാർത്തകൾ ഇടുന്നില്ല എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ വൈ അവിടെ ഇടുമ്പോഴാണ് നമ്മുടെ ഹിസ്റ്ററി, തദ്ദേശീയ ജനതയുടെ ഹിസ്റ്ററി, അവന് ചാനലുകൾ ഉണ്ടായാൽ അതിന് മുമ്പിൽ വന്ന് ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന തദ്ദേശീയനാണെന്ന് പറയുമ്പോൾ മുമ്പിൽ നിൽക്കുന്നവർ ഇൻഡയറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാക്കും they came from somewhere else. ഇത്തരത്തിലുള്ള ഈ നെറ്റ്വർക്കുകളും ടെലിവിഷൻ സംവിധാനങ്ങളും എല്ലാം അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും ശാക്തീകരണത്തിനും സുഗമമായുള്ള മുന്നോട്ടുള്ള ഗമനത്തിനും അത് ഇടയായി തീരും. അത് അദ്ദേഹം പല രംഗങ്ങളിലും ഇതിൻ്റെ ഒരു സഹകരണത്തിന് വേണ്ടിയിട്ടും അത് സാമ്പത്തികമായും അല്ലാതെയൊക്കെയുള്ള ആ ഒരു സഹകരണം പലരിൽ നിന്ന് അഭ്യർത്ഥിച്ചിട്ടും അത് യഥാവിധം ആകാതെ ഇരുന്നൊരു കാലഘട്ടത്തിൽ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ അലക്സാണ്ടർ അച്ഛനും ഞാനും എന്നെപ്പോലെ ഏതാനും സഹപ്രവർത്തകർ ഈ രംഗത്തേക്ക് വരികയും ഇങ്ങനെ ഒരു ഉദ്ഘാടന പരിപാടികൾ അറേഞ്ച് ചെയ്യുകയും. എന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ജനം സമൂഹത്തിൽ ശക്തരായവരാണ്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു ഉപകരണമാണ് നമ്മളിന്ന്
ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അതാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം. ഇന്ത്യൻ വോയിസ് ചാനലിൻ്റെതായ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടേതായ നിസ്സീമമായ സഹകരണം ചാനൽ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവിശേഷാല അടിസ്ഥാന വർഗത്തിൻ്റെ ശബ്ദം ലോകത്തോട് വിളിച്ചറിയിക്കുവാൻ തക്കവണ്ണം കർത്താവ് തൻ്റെ ഭക്തന്മാരിലൂടെ ക്രമീകരിച്ചതായ ഈ സംരംഭത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുമിശിഹായുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെയും കേൾക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദൈവത്തിന് അനുഗ്രഹം നമ്മളുണ്ടായി എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.